ഡാഡി എന്താണ് ഇത്ര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു പ്രതി പ്രസംഗിക്കുന്നതാണ്. ദിലീപ് ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത് മഞ്ജു വാര്യർ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അത് ഇതും കൂടെ കൂട്ടി വായിച്ചപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ പിന്നിലുള്ള ചേതവികാരം എന്താ? ഒരു സെക്ഷൽ മിസ്ബിഹേവിയർ, ഒരു സെക്ഷൽ അഗ്രസീവ് അസോൾട്ടാണ്, അല്ലേ? ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിച്ചേ. വേറെ ആർക്കും ചെയ്യാൻ പറ്റും? കറക്റ്റ്, കൂടെ കിടന്നവന് രാപ്പനി അറിയാം. ഇന്നലെ രാവിലെ ആൻഡു വിളിച്ചു പറയുമ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വാർത്ത അറിയുകയും ഞാനപ്പോൾ തന്നെ ലാലേട്ടനും അതുപോലെ രമ്യയുടെ വീട്ടിലാണ് നമ്മുടെ എൻ്റെ കൂടെ ഏറ്റവും അധികം സിനിമ ചെയ്തിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോകുന്നത്. വളരെ ഭയക്കുന്ന, ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. അതിനുവേണ്ടി വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ, കാരണം സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ അന്വേഷണമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ പുറകെ തന്നെയുണ്ട്. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ വാർത്തകൾ വളച്ചൊടിക്കാൻ ഇത് സിനിമയെ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും കൂട്ടായ്മയുണ്ടായി. പക്ഷേ നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ നടക്കുന്ന ഒരു സംഭവമായി നമ്മൾ എടുത്ത് അതിൻ്റെ ഇനി നാട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാം. അതിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നു. എൻ്റെ കൂടെയുള്ള ഇവിടെ വന്നിരിക്കുന്ന മമ്മൂക്ക വിളിച്ചപ്പോൾ തന്നെ എല്ലാവരോടും ഓടി വരികയുണ്ടായി. അത് മലയാള സിനിമ കുടുംബത്തിലെ ഒരംഗത്തിന് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെയാണ്. പറയുന്നില്ലേ, മിമിക്രി ആർട്ടിസ്റ്റ് ആവുകൊണ്ട് ഇയാൾ ഒരു ടെൻഷനും ഇല്ലാതെ ഓഡിയൻസിനെ ഫേസ് ചെയ്യും. ഒരു ടെൻഷനും ഇല്ലാതെ ഓഡിയൻസിനെ ഫേസ് ചെയ്യും. നിങ്ങൾക്ക് ആയിരക്കണക്കിന് സ്റ്റേജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ വേർഡ്സിന് കണ്ടിന്യൂറ്റി ഇല്ല. വേർഡ്സിലെ പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ യുവൻ സിംഗാവുകയാണ്. പോലീസ് വരുമ്പോൾ, അതിന്റെ പൈശാചികത വരുമ്പോ എന്നിട്ട് അത് ബാലൻസ് ചെയ്യാനാണ് ഈ നിന്ന് ഇങ്ങനെ ആടുന്നത്.